ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫീഡിങ് കുർത്തീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറേ നാളത്തെ ഒരു ഇതിന് ശേഷമാണ് നമ്മൾ ഫീഡിങ് കൊണ്ടുവരുന്നത് പേജിലേക്ക്. കുറേ ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഫീഡിങ് കുർത്തീസിന്. സോ അങ്ങനെ ഒരു ഐറ്റാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. എംബ്രോയ്ഡറിയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. എംബ്രോയ്ഡറി യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫീഡിങ് ആയതുകൊണ്ട് മദേഴ്സിനെല്ലാം ഒരു കൺസേൺ ഉണ്ടാവും. ഹാൻഡ് വർക്ക് ഒക്കെ വരുമ്പോൾ അത് കുറച്ച് അൺസേഫ് ആണ്. സോ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ബേബീസിന് നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിലും അവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് കളർ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റോസ് ഷെയ്ഡിലേക്കാണ്. റോസിൻ്റെ തന്നെ നല്ലൊരു കളർ വേരിയൻ്റ് ആണ്. പാറ്റേണിനെ പറ്റി പറയാനാണെങ്കിൽ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് ഈ ഒരു കളറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ത്രെഡ് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലാവെൻഡർ, ലൈറ്റ് ബ്ലൂ, പിങ്ക്, അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടഡ് ജോർജറ്റ് ഫാബ്രിക് ആണ്. സോഫ്റ്റ് ഫീലാണ്. ഫാബ്രിക് ഇറ്റ്സെൽഫ് തന്നെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ക്ലോസ് ലുക്ക് നോക്കി അറിയാം. ഒരു ക്രഷ്ഡ് ഫീലാണ് ഈ ഫാബ്രിക്കിൽ വരുന്നത്. കൂടുതലും നമ്മൾ ഈ ഒരു ഫാബ്രിക് ചൂസ് ചെയ്തത് കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ വർക്കിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. ത്രെഡ് എംബ്രോയ്ഡറി വരുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ബേബീസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്കാണെങ്കിലും കുത്തിക്കൊള്ളും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം സ്റ്റൈലിഷ് ആണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു സീഫോം ഗ്രീൻ ആണ്. ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന എംബ്രോയ്ഡറി ഇങ്ങനെയാണ്. നമ്മൾ ഈ ഒരു കുർത്തിക്ക് ചൂസ് ചെയ്തിരിക്കുന്ന കളറിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു വർക്കിനെ എൻഹാൻസ് ചെയ്യുന്ന അനുസരിച്ച് ത്രെഡിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ, ലാവൻഡർ, ഒരു റെഡിഷ് കളർ, ആ ഒരു കളേഴ്സിൽ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹിഡൻ സിബാണ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു പാറ്റേൺ പോലെയാണ് വന്നിരിക്കുന്നത്. സോ സിപ്പ് അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് അറിയില്ല. കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇനി ഫീഡിങ് ആയിട്ട് തന്നെയല്ല, നിങ്ങൾക്കൊരു മറ്റേണിറ്റി വെയർ ആയിട്ടാണെങ്കിലോ ഇനി അങ്ങനെയല്ല, നമുക്ക് നോർമൽ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്കും യൂസ് ചെയ്യാം. കാരണം ഈ ഒരു സിപ്പ് ഹിഡൻ ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സിപ്പ് ഉള്ള ഒരു ഫീൽ നമുക്ക് തോന്നില്ല. ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത്. നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ്. ഫീഡിങ് മദേഴ്സൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ഒരെണ്ണം ബൈ ചെയ്ത് നോക്കുക. കാരണം അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ വരുന്നത്. നല്ലൊരു നെക്ക് പാറ്റേണും അത്യാവശ്യം നമ്മൾ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റൈലിഷ് വർക്കാണ് വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ആണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടൊക്കെ പെട്ടെന്ന് വെയർ ചെയ്ത് പോകണമെന്നാണെങ്കിലും നല്ല റൈറ്റാണ്, മിസ് ചെയ്യാതെ. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 47 ആണ്. അത്യാവശ്യം ലെങ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാറ്റേണിൽ നമ്മളിവിടെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാരിയിങ് ആയിട്ടുള്ളവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലൂസ് ഫിറ്റിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. മെറ്റീരിയലും കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പിങ്ക് പീച്ച് ആ ഒരു കളർ ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണ്. ആ ഒരു വർക്കൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇത് വേറെ ചെയ്ത് സ്റ്റൈൽ ചെയ്താലും ഒരു അടിപൊളി ഐറ്റാണ്. ഫീഡിങ് കുർത്തിയാണെന്നൊന്നും പറയില്ല. അതുപോലെ റേറ്റ് 750 ആണ് വരുന്നത്. 750ക്ക് ഇത്രയും നല്ലൊരു മെറ്റീരിയൽ വിത്ത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. മിസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലേക്കാണ്. ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ക്ലോസ് വരുന്നത് ഇങ്ങനെയാണ്. പിങ്ക്, ലാവൻഡർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇതിലേക്ക് കോംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ത്രെഡ് വർക്കിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. ഫ്രണ്ടിലേക്ക് നമ്മൾ കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് പ്ലീറ്റഡ് പാറ്റേൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഫീഡിങ് വരുന്നത്. ഫീഡിങ് സിപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഹിഡൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു പാറ്റേൺ പോലെ തോന്നുള്ളൂ, ഫീഡിങ് പോലെ നമുക്ക് അറിയില്ല. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഇത്രയും എല്ലാ കളർ ഷെയ്ഡ്സും. ഒരു കളർ ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കളർ എന്തായാലും ചൂസ് ചെയ്യാം. കാരണം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. എല്ലാ അടിപൊളി ഷെയ്ഡ്സ് ആണ് വരുന്നത്. 750 റേറ്റിലാണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. മെറ്റീരിയലിനെ പറ്റി ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ മിസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ മെസ്സേജസിന് റിപ്ലൈ ഉണ്ടാവും. കുറച്ച് ഡിലേ ഉണ്ടാവും. എന്നാലും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യും.